ഏമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിയതിൽ വിവാദം. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച 21 പാരഗ്രാഫുകൾക്ക് പകരം വെട്ടിയത് 129 പാരഗ്രാഫുകൾ. കൂടുതൽ പാരഗ്രാഫ് ഒഴിവാക്കിയത് സ്വകാര്യതയെ മാനിച്ചെന്ന് സർക്കാർ. റിപ്പോർട്ടിൽ ഇനി തീരുമാനം കോടതിയുടേതെന്ന് മന്ത്രി സജി ചെറിയാൻ. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്ന് ആവർത്തിച്ച് AK ബാലൻ. ലൊക്കേഷനിൽ സുരക്ഷ ഒരുക്കിയില്ല. നടി മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ്. ഫൂട്ടെ സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാലിന് ഗുരുതര പരിക്കേറ്റെന്ന് നടി ശീതൾ തമ്പിയുടെ പരാതി. നിർമ്മാതാവായ മഞ്ജുവിൽ നിന്ന് 5 കോടി നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. സേനയിലെ ജോലി ഭാരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പോലീസ് അസോസിയേഷന്റെ പ്രവർത്തന റിപ്പോർട്ട്. പോലീസിൽ ഇപ്പോഴും കൊളോണിയൽ സംസ്കാരം. ജോലിഭാരവും ഉന്നതതല സമ്മർദ്ദവും ശക്തമെന്നും വിമർശനം. പോലീസിൽ നിന്നും VRS എടുക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. മൂവാറ്റുപുഴയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ വെടിവെപ്പ്. അർദ്ധ സഹോദരൻ കസ്റ്റഡിയിൽ. ഇരുവരും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കാറുണ്ടെന്ന് പോലീസ്. പ്രധാനമന്ത്രി ഇന്ന് ഉക്രൈനിൽ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. കീവിലേക്ക് പുറപ്പെട്ടത് പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ. 33 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനം. ലോയ്സൺ ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. 89.49 മീറ്റർ ദൂരം കണ്ടെത്തിയത് അവസാന നിമിഷത്തിൽ. 90 മീറ്റർ മറികടന്ന് ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് 1ാമത്.